നമ്മുടെ ഈ കോടതി വിധിയുടെ വിശകലനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പ്രൊഫസർ ബേബി കാനാട്ട് സാറാണ് ഇന്നിവിടെ വരുന്നത്. KCCയുടെ തലപ്പത്ത് 2 തവണ ഇരുന്ന് KCCയെ ആത്മാർത്ഥമായി മുന്നോട്ട് നയിച്ച പ്രൊഫസർ ബേബി കാനാട്ട് സാറിനെ വളരെ സ്നേഹത്തോടും നിറഞ്ഞ കയ്യോടും കൂടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള ജ്ഞാനായ സമുദായത്തിൻ്റെ ധീരരായ നേതാക്കളെ, ഇങ്ങനെയൊരു പരിപാടി അടുത്ത കാലത്താണ് തീരുമാനിച്ച കാരണം 2015 നവീകരണ സമിതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, മാറിക്കെട്ടിയവർ അവരുടെ സംഘടനയാണ് നവീകരണ സമിതി. അവർ കോട്ടയം രൂപതയ്ക്കെതിരെ ഒരു കേസ് കൊടുത്തു. ആ കേസ് ഒത്തിരി നാളത്തെ ഇടവേളയ്ക്ക് ശേഷം 2021 ഏപ്രിൽ മാസം 30 വിധിയായി. നിങ്ങൾ ഓർക്കണം, ഏപ്രിൽ 30 വിധിയായതാണ്. പക്ഷേ നമ്മുടെ സമുദായത്തിലുള്ള പലർക്കും ഇങ്ങനെയൊരു വിധിയെപ്പറ്റിയോ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നോ ഒന്നും അറിയില്ല. പലരും എന്നോട് ചോദിച്ചു, ബേസാറെ ഇത് ഏതാണ്ടൊരു വിധി, നമുക്ക് കുഴപ്പം പറ്റുന്ന ഒരു വിധി വന്നിട്ടുണ്ട് എന്ന് പറയുന്ന കേൾക്കുന്നല്ലോ, എന്നതാ സംഗതി? ആരും ഒന്നും പറയുന്നില്ല, പള്ളിയിൽ അച്ഛന്മാരും പറയുന്നില്ല, വേറെ ആരും പറയുന്നില്ല, ഇത് എന്നാ സംഗതി? അങ്ങനെ പലരും ചോദിക്കാൻ തുടങ്ങിയപ്പം ഞാൻ ആലോചിച്ചു, ഇതിനൊരു വിശദീകരണം കൊടുക്കാം. വിശദീകരണം എൻ്റെ സ്വന്തമായ വിശദീകരണമല്ല. ആ വിധിന്യായം വെച്ചുകൊണ്ട്, അതിൻ്റെ ഒറിജിനൽ കോപ്പി വെച്ചുകൊണ്ട്, ഇതാണ് ആ വിധിന്യായം. ഇതിന് 155 പേജുണ്ട്. ഈ 155 പേജിൽ ഒതുങ്ങുന്ന ഈ വിധിന്യായം പലരും വായിച്ചാൽ മനസ്സിലാകില്ല. പലർക്കും മെനക്കെട്ടിരുന്ന് വായിച്ചാലേ പിടികിട്ടുള്ളൂ. അതുകൊണ്ട് അതേക്കുറിച്ച് ഒരഭിപ്രായം, ചുമ്മാ എൻ്റെ സ്വന്തമായ അഭിപ്രായമല്ല, വ്യക്തമായി ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുക. നിങ്ങളെ അത് ബോധ്യപ്പെടുത്തിയിട്ട് ഭാവി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ സീരിയസ്നെസ് എന്തുമാത്രം ഉണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് എങ്കിൽ മാത്രമേ കാര്യം എന്നാണെന്നറിയാതെ നമുക്ക് ചാടാൻ പറ്റിയല്ലോ. കാള പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് കയറെടുക്കാൻ പറ്റില്ല. കാള പെറുവോ പെറിയില്ലയോ എന്നൊക്കെ ആലോചിച്ച് വേണം നമ്മൾ കയറെടുക്കാൻ. അപ്പം ഇതിൻ്റെ യഥാർത്ഥ വസ്തു എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തീരുമാനമെടുക്കാനാണ് നിങ്ങളെ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരിട്ട് അതിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വിധിന്യായം എന്താണെന്ന് വായിക്കാൻ പോവുക. വിധിന്യായം ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ വായിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനതിൻ്റെ മലയാളം പകർപ്പ് പറയും. അല്ലെങ്കിൽ പലർക്കും അത് ഈ വിധി ഒരു വളഞ്ഞു ചുറ്റിയൊക്കെയുള്ള വിധി ആയതുകൊണ്ട് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുകയില്ല. അതുകൊണ്ട് ഞാൻ വായിക്കുകയാണ്. തുടങ്ങുക. ഇൻ ദ റിസൾട്ട് സ്യൂട്ട് ഡിഗ്രീഡ് ആസ് ഫോളോസ്. അതായത് ദീർഘമായ ചർച്ചയ്ക്ക് ശേഷം ആ ചർച്ചകളുടെ ആത്യന്തിക ഫലമായിട്ട് ഞാൻ വിധി പ്രഖ്യാപിക്കുന്നു എന്നാണ് ഇതിലെഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ വിധി. It is hereby declared that by entering into the sacrament of marriage with another Catholic from any other diocese, a member of Archieparchy of Kottayam will not forfeit his or her membership in the defendant number 2. ഡിഫൻഡൻ്റ് നമ്പർ 2, രണ്ടാമത്തെ പ്രതി എന്ന് പറയുന്നത് കോട്ടയം രൂപത, ദി ആർക്കിയെപാർക്കി ഓഫ് കോട്ടയം. അതാണ് രണ്ടാമത്തെ ഡിഫൻഡൻ്റ്. അപ്പോൾ അതിൻ്റെ മലയാളം ഞാൻ വായിക്കാം. ഇതിനാൽ പ്രഖ്യാപിക്കുന്നത് എന്തെന്നാൽ, കോട്ടയം അതിരൂപതയിലെ ഒരംഗം മറ്റൊരു കത്തോലിക്ക രൂപതയിലെ അംഗവുമായി വിവാഹം എന്ന കൂദാശ വഴി ബന്ധപ്പെടുമ്പോൾ അവൻ്റെയോ അവളുടെയോ കോട്ടയം രൂപതയിലെ അംഗത്വം നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് ആദ്യത്തെ വിധി. രണ്ടാമത്, ഡിഫൻഡൻസ് നമ്പർ 1 and 3
നമ്പർ 1 എന്ന് പറയുന്നത് കോട്ടയം രൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട്. നമ്പർ 3 എന്ന് പറയുന്നത് മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി. Defendants number 1 and 2 are hereby restrained by a decree of permanent prohibitory injunction from terminating the membership of any member of the Archieparchy of Kottayam for marrying a Catholic from any other diocese. അതിൻ്റെ മലയാളം, മറ്റൊരു രൂപതയിലെ കത്തോലിക്ക വ്യക്തിയെ വിവാഹം ചെയ്തതിൻ്റെ പേരിൽ കോട്ടയം രൂപതയിലെ അവരുടെ അംഗത്വം ഇല്ലാതാക്കാൻ പാടില്ലെന്ന് സ്ഥിരമായ നിരോധന ഉത്തരവ് വഴി 1-ാം പ്രതിയെയും 3-ാം പ്രതിയെയും തടയുന്നു. 1-ാം പ്രതി ഞാൻ പറഞ്ഞു മാർ മാത്യു മൂലക്കാട്ട്, 2-ാം പ്രതി മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി. 3, ഡിഫൻഡൻസ് 1 to 3, ഡിഫൻഡൻസ് എന്ന് പറഞ്ഞാൽ പ്രതികൾ. ഡിഫൻഡൻസ് 1 to 3 are hereby directed by way of decree of mandatory injunction to provide equal rights and facilities through the parish priest for sacrament of marriage to those members of Archieparchy of Kottayam who wishes to marry Catholics from any other diocese. കോട്ടയം രൂപതയിലെ ഒരു വ്യക്തി മറ്റൊരു കത്തോലിക്ക രൂപതയിൽ നിന്നും വിവാഹം കഴിക്കാൻ താല്പര്യം കാണിച്ചാൽ അവരുടെ ഇടവക വികാരി വഴി അവർക്ക് തുല്യമായ അവകാശങ്ങളും അവസരങ്ങളും നൽകണമെന്ന് 1-ാം പ്രതിക്കും 3-ാം പ്രതിക്കും നിയമപരമായ ഉത്തരവ് വഴി നിർദ്ദേശം നൽകുന്നു. 4, Defendant number 1 and 2 are hereby directed by way of decree of mandatory injunction to readmit members along with their spouses and children whose membership were terminated by defendants 1 and 2 for marrying Catholic if the former members are qualified in all other respects in receipt of proper application. 1-ാം പ്രതിയും 2-ാം പ്രതിയെയും നിയമപരമായ ഉത്തരവ് വഴി അറിയിക്കുന്നതെന്നാൽ നേരത്തെ വിവാഹം വഴി അംഗത്വം നിരാകരിക്കപ്പെട്ടവരെയും അവരുടെ പങ്കാളികളെയും കുട്ടികളെയും അവർ നിയമപരമായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ എല്ലാ വിധത്തിലും യോഗ്യരാണെങ്കിൽ അവരെ തിരികെ രൂപതയിൽ ചേർക്കേണ്ടതാണ്. 5-ാമത്തത്, കേസിൻ്റെ സ്വഭാവം പരിഗണിച്ച് കക്ഷികൾ കോടതി ചെലവുകൾ നൽകേണ്ടതില്ല. ഇപ്പോൾ കോടതി ചെലവിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടിയിട്ടുണ്ട്, കോടതി ചെലവ് കൊടുക്കണ്ട. അപ്പോൾ ഇതാണ് ഇനി മേലാൽ, ചുരുക്കി പറഞ്ഞാൽ ഇനി മേലാൽ കോട്ടയം രൂപതയിൽ നിന്ന് വേറൊരാൾ മാറിക്കെട്ടിയാൽ അവരെ യാതൊരു കാരണവശാലും അംഗത്വത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. 2, അത് വിലക്കുന്നത് 1-ാം പ്രതിയെയും അതുപോലെ തന്നെ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിനെയും വിലക്കുക. 3-ാമത് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ ഇടവക വികാരി ഇവർക്ക് തുല്യനീതിയും ആ ഇടവകയിലെ മറ്റുള്ളവരെ പോലെ തുല്യനീതിയും തുല്യ അവസരങ്ങൾക്കും അവർക്ക് വികാരി നൽകുന്നുണ്ടെന്ന് നിങ്ങൾ ബോധ്യപ്പെടണം, അത് നിങ്ങൾ ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്കറിയാമല്ലോ അതിൻ്റെ എഫക്റ്റ് എന്തുമാത്രമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇനി എൻഡോഗാമി അല്ലെ സ്വവംശ വിവാഹം എന്ന് പറയുന്നത് അതൊരു നിഷ്ഠയായിട്ട് സ്വീകരിക്കുവാൻ നമുക്ക് പറ്റില്ല. ആരൊക്കെ എന്തൊക്കെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അവരെ കെട്ടിച്ചോളുക, അവരെ വീക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ വിധി വായിച്ചു, അതിൻ്റെ മലയാളം പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിധി ഉണ്ടായത് എന്ന് നമ്മൾ നോക്കണമല്ലോ.
എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് അറിഞ്ഞാലേ നമുക്ക് ഭാവിയിൽ ഇതിനെന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ആ വിധിയുടെ 142 പേജ് അവസാനം ജഡ്ജ്മെൻറ്റിൽ ജഡ്ജി പറഞ്ഞിട്ടുണ്ട്, ഡിഫൻഡൻസ്, അതായത് പ്രതികൾ, ഡിഫൻഡൻസ് ഫെയിൽഡ് മിസറബിളി to establish the fact that Knanaya community and second defendant have been practicing endogamy as a custom, and Knanaya Catholic is a religious denomination. They failed to establish the fact that Catholic Church accepted practice of endogamy through issuing papal bull dated 29/8/1911. അപ്പോൾ ജഡ്ജി എല്ലാവരുടെയും വിധി, എല്ലാവരുടെയും വാദമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വിധിക്ക് മുമ്പായിട്ട് അവരൊന്ന് പറഞ്ഞു, ഡിഫൻഡൻസ് ഫെയിൽഡ് മിസറബിളി. സാധാരണ ഒരു ജഡ്ജി ഒരു ജഡ്ജ്മെൻ്റ് എഴുതുമ്പോൾ ആ വക്കീലന്മാരുടെ വാദത്തിൽ ചിലപ്പോൾ അവർ പറയും, ഡിഫൻഡൻ്റ് വക്കീൽ വളരെ ശക്തമായിട്ട് ഒത്തിരി കാര്യങ്ങൾ വാദിച്ചെങ്കിലും പൂർണ്ണമായി അത് തെളിയിക്കാൻ അവർക്ക് പറ്റിയില്ല എന്ന് ചിലപ്പോൾ പറയും. അതിന് പകരം ഇങ്ങേര് പറഞ്ഞിരിക്കുന്നത്, ദ ഡിഫൻഡൻസ് ഫെയിൽ മിസറബിളി, വെരി പുവർലി, രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ഫെയിലായി. ഏതൊക്കെ കാര്യത്തിലാണ്? ഒന്ന്, 1911 10 പിയൂസ് ഇറക്കിയ ബൂളായിൽ എൻഡോഗാമി പ്രാക്ടീസ് ചെയ്യണം എന്നതിനെപ്പറ്റി ആ ബൂളായിൽ ഒന്നും പറയുന്നില്ല. മറ്റൊന്ന്, ക്നാനായ സമുദായം, ദി ക്നാനായ കമ്മ്യൂണിറ്റി ഈസ് നോട്ട് എ റിലീജിയസ് ഡിനോമിനേഷൻ. തീർന്നു, നമ്മുടെ ഇടപാട് തീർന്നത്. ക്നാനായ കത്തോലിക്കരെ സമുദായത്തിലെ ഒരു ഘടകമായി സ്ഥാപിക്കാൻ കോട്ടയം രൂപതയുടെ വക്കീലന്മാർക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ അപകടം എന്നാണെന്നറിയാമോ? നമ്മളിപ്പോൾ ഒന്നുമല്ല. അതിൻ്റെ അപകടം പറയുന്നത് നമുക്ക് നിലനിൽപ്പില്ല. അതിലേക്ക് ഞാൻ കിടക്കുക. പേജ് 89 ഈ വിധിന്യായത്തിലെ പേജ് 89 അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓൺ ക്ലോസ് അനാലിസിസ് ഓഫ് റൈവൽ കണ്ടൻഷൻസ്, അതായത് കോട്ടയം രൂപതയുടെ എതിരാളികളുടെ വാദത്തിൽ നിന്നും, ഓൺ ക്ലോസ് അനാലിസിസ് ഓഫ് റൈവൽ കണ്ടൻഷൻ, it can be easily concluded that Knanaya Catholic is not a religious denomination as claimed by defendants. അപ്പം ഇവർ ഒരു ഡിനോമിനേഷൻ ആണോ എന്നുള്ളതായിരുന്നു കോടതിയുടെ 5ാമത്തെ ചോദ്യം. സോ ഇഷ്യൂ നമ്പർ 5 ഫൗണ്ട് ഇൻ ഫേവർ ഓഫ് പ്ലെൻറ്റിഫ്സ്, അതായത് വാദികൾക്ക് അനുകൂലമായി മാറിയിരിക്കുന്നു. ഇത് പ്രതികൾക്കെതിരാണ്. ക്നാനായ കമ്മ്യൂണിറ്റി ഒരു റിലീജിയസ് ഡിനോമിനേഷൻ അല്ല. ഇനി വേറൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു റിലീജിയസ് ഡിനോമിനേഷനാണെന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ആർട്ടിക്കിൾ 25-26, ആർട്ടിക്കിൾ 25 പറയുന്ന ഇതാണ്. ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. ആ 25ാമത്തെ ആർട്ടിക്കിളിൽ നമ്മൾ പെടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസാക്ഷി അനുസരിച്ച് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അതേക്കുറിച്ച് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ റിലിജിയൻ ഒരു പ്രൊഫഷനായിട്ടെടുത്ത്, പ്രത്യേകിച്ച് നമ്മുടെ അച്ഛന്മാർക്കൊക്കെ പള്ളികളിൽ പ്രസംഗിക്കുവാനും
അത് പ്രചരിപ്പിക്കുവാനും അവർക്ക് അവകാശമുണ്ട്. പ്രൊപ്പഗേഷൻ പ്രാക്ടീസ്, അതായത് നമ്മുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനും അത് പ്രചരിപ്പിക്കുവാനും അത് കൊണ്ടുപോകുവാനും നമുക്ക് അവകാശമുണ്ട്. നമ്മുടെ പരമ്പരാഗതമായി നമ്മുടെ മാതാവിന് അല്ലെ പിതാവിന് അവരുടെ മക്കളിലേക്ക് നമ്മുടെ റിലിജിയൻ പറഞ്ഞു കൊടുക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും അവരെ പ്രാക്ടീസ് ചെയ്യുന്നതിനും 25-ാമത്തെ ആർട്ടിക്കിള് നമുക്ക് അവകാശം നൽകുന്നുണ്ട്. ആ ആർട്ടിക്കിൾ 25 ഈ അവകാശം കിട്ടുന്നത് ഒരു റിലീജിയസ് ഡിനോമിനേഷനാണെന്ന് കോടതി അംഗീകരിച്ചാലേ ഉള്ളൂ, ഇല്ല. രണ്ടാമത് ആർട്ടിക്കിൾ 26. ആർട്ടിക്കിൾ 26 പറയുന്നത് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. നമ്മുടെ അച്ഛന്മാർക്കൊക്കെ സ്വന്തമായിട്ട് ഫ്രീഡം, കുമ്പസാരം നടത്തുന്നതിനും കുർബാന നടത്തുന്നതിനും ധ്യാന പ്രസംഗങ്ങൾ നടത്തുന്നതിനും ധ്യാനം നടത്തുന്നതിനൊക്കെ മാനേജ് ചെയ്യാനുള്ള അവകാശം അവർക്ക് ഈ ആർട്ടിക്കിൾ 26 വഴി കിട്ടും. ഇതൊക്കെ പൊതുമാർഗ നിയമങ്ങൾക്കനുസൃതമായി ചെയ്യാനുള്ള അവകാശം അതിനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷേ ഇപ്പം റിലീജിയസ് ഡിനോമിനേഷൻ അല്ലെന്ന് കോടതി പറഞ്ഞതോടുകൂടി നമ്മൾക്ക് വേണമെങ്കിൽ നമ്മളെ തടയാം. ഈ പറയുന്ന പരിപാടികൾ ചെയ്യുന്നതിൽ നിന്നും നമ്മളെ വേണമെങ്കിൽ അവർക്ക് തടയാം. അപ്പം ഇത് ഒരു ഭയങ്കര ചെയ്ത്താണ് നമുക്കിട്ട് വന്നിരിക്കുന്നത്. ഇതുപോലും നമ്മളൊരു റീജിയണൽ ഒരു റിലീജിയസ് ഡിനോമിനേഷനാണെന്ന് പ്രൂവ് ചെയ്യാൻ പോലും കോട്ടയം രൂപതയുടെ വക്കീലന്മാർക്ക് സാധിച്ചില്ല എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ടിപ്പോൾ ഇവർ കാണിച്ച മണ്ടത്തരങ്ങൾ അത് തിരുത്തി അതിനെ വെള്ളപൂശാൻ വേണ്ടി വ്യഗ്രത കൊള്ളുക. അതിനു വേണ്ടി ഇങ്ങനെ കോട്ടയം രൂപത മീഡിയ കമ്മീഷൻ വഴി ഇങ്ങനെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുക. മീഡിയ കമ്മീഷൻ വഴി അതിനു വേണ്ടി ഒത്തിരി ചെലവിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു വലിയ ഗതികേടാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് ഇതിൽ ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നത്, അതും ഇതിനകത്ത് പറയുന്നുണ്ട്, അതൊരു വലിയ ചതിയാണ്. കാരണം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത്, അതായത് കോട്ടയം രൂപതക്കാർ ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുവാദത്തോടു കൂടിയല്ല. നിങ്ങളിപ്പോൾ ആ ആനുകൂല്യം എടുക്കുന്നത് ബൈ ഇൻട്രൂഡിങ് ഇൻ ടു ദി റൈറ്റ്സ്. ഇൻട്രൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കടന്നുകയറ്റം നടത്തി, അനുവാദം ഇല്ലാതെ കടന്നുകയറ്റം നടത്തിയാണ് ഇപ്പം നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അത് ഒരു ഇൻഫിൽട്രേഷനും കൂടെ ആണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാമല്ലോ. ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുഴഞ്ഞു കയറ്റം. പാകിസ്ഥാൻ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നില്ലേ, നമ്മുടെ അതിർത്തിയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട്. നുഴഞ്ഞു കയറ്റം നേരായ മാർഗത്തിലില്ല. അപ്പം നിങ്ങളിപ്പം നുഴഞ്ഞു കയറ്റവും ഇൻട്രൂഷനുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 80-ാമത്തെ പേജ് ഞാൻ വായിച്ചു, അതിനകത്താണിത് പറഞ്ഞിരിക്കുന്നത്. അടുത്തതാണ് പേപ്പൽ ബുൾ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, 1911 പേപ്പൽ ബുള്ളിൽ നിങ്ങൾക്ക് എൻഡോഗാമി പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അത് തെളിയിക്കാൻ നിങ്ങളുടെ ഡിഫൻഡൻറ്റ് വക്കീൽസിന് കഴിഞ്ഞിട്ടില്ല. നമ്മൾ 1911 നമുക്ക് കിട്ടിയേ AD 345 1676 വർഷം മുമ്പ് നമ്മൾ കൊടുങ്ങല്ലൂർ വന്നിറങ്ങി. അന്ന് മുതൽ എൻഡോഗാമി കീപ്പ് ചെയ്യുന്നുണ്ട്, സ്വംശവിവാഹം. അത് കഴിഞ്ഞ് ഒത്തിരി നാളത്തെ കഷ്ടപ്പാടത്തിൻ്റെയും പ്രാർത്ഥനയുടെയും എല്ലാം ഫലമായി മാർ മാത്യു മാക്കീലിന് 1911 കോട്ടൺ വികാരിയാത്ത് കിട്ടി. അന്ന് മുതലും നമ്മളിത് ആചരിച്ചു വരിക എൻഡോഗാമി. പക്ഷേ നമുക്ക് ഈ എൻഡോഗാമി അത് ഈ പേപ്പൽ ബുള്ളിൽ എൻഡോഗാമി, അതായത് പേപ്പൽ ബുള്ളിൽ ഈ പറയുന്ന എൻഡോഗാമി നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അതിന് പണ്ട് നമ്മുടെ കൊക്കരോ അല്ലേ അച്ഛൻ പറഞ്ഞപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയുണ്ടായി. നമ്മുടെ നാഷണൽ ആന്തത്തിൽ
ദ്രാവിഡ ഉത്കല ബംഗല പഞ്ചാബ് ഹിന്ദു മാജല ബഹന ഗഗല യമുന എന്നൊക്കെ പറയുന്നിടത്തിൽ കേരളത്തിൻ്റെ പേരുണ്ടോ? നിങ്ങളൊന്ന് ചോദിക്കുക. കേരളത്തിൻ്റെ പേരില്ല, മദ്രാസിൻ്റെ പേരുമില്ല. അപ്പം നാഷണൽ ആന്തരത്തിൽ കേരളത്തിൻ്റെ പേരുമില്ല, മദ്രാസിൻ്റെ പേരുമില്ല. എങ്കിൽ അതുകൊണ്ട് കേരളവും മദ്രാസും ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് പറയാൻ പറ്റുമോ? ഈ പേര് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ പോലെയാ. അതിനകത്ത് എൻഡോഗാമി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ തെക്കും ഭാവൻ്റെ പ്രത്യേകത എന്താണെന്ന് 3 വികാരിയാത്തിലെ മെത്രാന്മാർ 10ാം പിയൂസിന് റിപ്പോർട്ട് കൊടുത്ത് അതിനകത്ത് പറയുന്നത് തെക്കും ഭാവൽ സ്വയമേ വിവാഹം കഴിക്കുകയുള്ളൂ. അവർ കൊടുത്ത ആ വാക്കിൽ, അവർ അന്ന് കൊടുത്ത റിപ്പോർട്ടിലൊരു വാക്കാണ് കോൺസാങ്ക്വിനിറ്റി. കോൺസാങ്ക്വിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തബന്ധമുള്ളവരെയാണ് ഇവർ തെക്കും ഭാവർ കല്യാണം കഴിക്കുന്നത്, അല്ലാത്തവരെ കഴിക്കുകയില്ല. മറ്റവർക്കതില്ല. അങ്ങനെയുള്ളവരെ മാത്രമേ ഇവർ കഴിക്കുകയുള്ളൂ. ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും സ്ഥാപിച്ചെടുക്കാൻ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ വക്കീലന്മാർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ കഷ്ടം. ഇതിൻ്റെ 101-ാമത്തെ അവസാനത്തെ പേജിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. സോ ഇറ്റ് ക്യാൻ ബി ഈസിലി കൺക്ലൂഡഡ് ദാറ്റ് എക്സിബിറ്റ് B3 എന്ന് പറഞ്ഞാൽ ഇവർ കൊടുത്ത തെളിവുകളാണ്. ആ തെളിവിനാണ് ഈ എക്സിബിറ്റ് കുട്ടി പറയുന്നത്. ദ എക്സിബിറ്റ് B3 ആൻഡ് എക്സിബിറ്റ് B13A did not spell about practice of endogamy in second defendant എന്ന് പറഞ്ഞാൽ കോട്ടയം രൂപത, സെക്കൻഡ് ഡിഫൻഡന്റ് ഓർ ഇൻ ക്നാനായ കമ്മ്യൂണിറ്റി. ക്നാനായ കമ്മ്യൂണിറ്റിയിലും കോട്ടയം രൂപതയിലും എൻഡോഗാമി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യുവാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. എക്സിബിറ്റ് B3 ആൻഡ് B13A പേപ്പർ ബുൾ ഡേറ്റഡ് 29/8/1911 did not support contention of defendant that Rome created second defendant as a token for practice of endogamy by Southist. അത് തെളിയിക്കാൻ പറ്റിയില്ല. കാരണം റോം 1911 കോട്ടയം വികാരിയത്ത് സ്ഥാപിച്ചു കൊടുത്തത് എൻഡോഗാമി പ്രാക്ടീസ് ചെയ്ത് തെക്കും ഭാവന് അവിടെ മുന്നോട്ട് പോകുവാൻ വേണ്ടിയല്ല എന്നിവിടെ പറഞ്ഞിരിക്കുക. റോം ക്രിയേറ്റഡ് സെക്കൻഡ് ഡിഫൻഡ് ആസ് എ ടോക്കൺ ഫോർ പ്രാക്ടീസ് ഓഫ് എൻഡോഗാമി ബൈ സൗത്ത് ഈസ്റ്റ് എൻഡോഗാമിക്ക് വേണ്ടിയല്ല കൊടുത്തിരിക്കുന്നത്. ഓൺ ദ കോൺട്രറി, നേരെ മറിച്ച്, ഫ്രം ദി പ്ലെയിൻ റീഡിങ്സ് ഓഫ് ദി അഫോർസഡ് ഡോക്യുമെൻറ്റ്സ്, ഇവർ കൊടുത്ത ആ ഡോക്യുമെൻറ്റ്സ് വായിച്ചു നോക്കുമ്പം ജഡ്ജിന് മനസ്സിലാകുന്ന ഇതാ. ഓൺ ദ കോൺട്രറി, ഫ്രം ദ പ്ലെയിൻ റീഡിങ്സ് ഓഫ് അഫോർസഡ് ഡോക്യുമെൻറ്റ്സ് ഇറ്റ് ഈസ് അൺറാവൽഡ്. ചുരുളഴിയുന്നത് ദാറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോട്ടയം ഡയോസിസ് വാസ് ടു അറസ്റ്റ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ North East and South East, to keep peace among Catholics, together with to keep Bishop Mar Matthew Makil in the position of Vicar Apostolic. മറിച്ച് കോട്ടയം രൂപത അവർ കൊടുത്തത് വടക്കരും തെക്കരുമായിട്ടുള്ള വഴക്ക് അറസ്റ്റ് ചെയ്യാനാണ്, വഴക്ക് തീർക്കാനാണ്. കൂടാതെ ആ വഴക്ക് തീർത്ത് സുഗമമായിട്ട് മാർ മാത്യു മാക്കീലിന്, ഒരു മാർ മാത്യു മാക്കീൽ ഉണ്ടായി, ഒരു മാർ മാത്യു മൂലക്കാട്ടി തീർക്കും, അത് കുഴപ്പമില്ല, അത് വേറെ വരും. അപ്പോൾ ഒരു മാർ മാത്യു മാക്കീലിന് സ്വസ്ഥമായി ഭരിക്കാൻ, സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഡയോസിസ് കൊടുത്തത്. അല്ലാതെ തെക്കുംപാർക്ക് അവർക്ക് രൂപത സൗത്ത് ഈസ്റ്റിന് വേണ്ടി ഉണ്ടാക്കി എൻഡോഗാമിയിൽ വാഴാനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർന്നില്ലേ? മോശമുണ്ടോ? അപ്പം അത് പ്രൂവ് ചെയ്യുവാൻ ഇവർ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻ്റ് B3 and B13A അനുസരിച്ച് അവരത് വായിച്ചപ്പോൾ ജഡ്ജിക്ക് ഇങ്ങനെയാണ് മനസ്സിലായെന്നാണ് പറയുന്നത്. വഴക്ക് തീർക്കാനല്ല, മറിച്ച്
അവർ തമ്മിലുള്ള വഴക്ക് തീർക്കുക, അല്ലാതെ തെക്കുമാനെ രക്ഷപ്പെടുത്താനല്ല ഇത് കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ 10-ാം പിയൂത്തിൻ്റെ തിരുവഴുത്ത് വഴി വാഴിച്ച കോട്ടയം രൂപത കൊണ്ട് തെക്കും ഭാവന് ഒരു കാര്യവുമില്ല. അത് സ്ഥാപിച്ചെടുക്കാൻ നമ്മുടെ വക്കീലന്മാർക്ക് കഴിഞ്ഞില്ല. അടുത്തത് നമ്മുടെ വക്കീലന്മാർക്ക് പറ്റിയ മറ്റൊരമളി AD 345 കൊടുങ്ങല്ലൂർ വന്നു. അത് കഴിഞ്ഞ് 1676 വർഷമായിപ്പം നമ്മൾ ഇത് എൻഡോഗാമി ആചരിച്ചു വരിക. അത് കഴിഞ്ഞ് 1911 നമുക്ക് രൂപത കിട്ടി. അതിനിപ്പം 100 വർഷമൊക്കെ നമ്മൾ പണ്ടേ ആചരിച്ചു കഴിഞ്ഞു. എന്നിട്ടും നമുക്കിത് ആചരിക്കാനുള്ള അവകാശമില്ല. എൻഡോഗാമി ഇത്രയും വർഷമായിട്ട് ജ്ഞാനായ സമൂഹവും കോട്ടയം രൂപതയും ഇത് ആചരിച്ചു കൊണ്ടിരിക്കുന്നതാണെന്ന് സ്ഥാപിക്കാൻ ഡിഫൻഡൻസ് വക്കീലിന് സാധിച്ചില്ല. കോട്ടയം രൂപതയുടെ വക്കീലന്മാർക്ക് ഇത്രയും കൊല്ലമായിട്ട് എൻഡോഗാമി പരിപാലിച്ചു വരുന്നതാണെന്ന് സ്ഥാപിക്കാൻ പറ്റിയില്ല. മോശമുണ്ടോ? കുഴപ്പമുണ്ടോ? അതാണ് 141 79-ാമത്തെ പേജിൽ 141-ാമത്തെ പേജിൽ 79-ാമത്തെ ഖണ്ഡികയെ പറയുന്നു, ഇൻ ദി ലൈറ്റ് ഓഫ്, പുള്ളിയുടെ വിധിയാണ്, ഇൻ ദി ലൈറ്റ് ഓഫ് അഫോർസെഡ് ഡിസ്കഷൻസ്. അഫോർസെഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിസ്കഷൻ്റെ അടിസ്ഥാനത്തിൽ ഇറ്റ് ക്യാൻ ബി ഈസിലി കൺക്ലൂഡഡ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവർക്ക്. വക്കീലന്മാരുടെ വാദം അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പുള്ളിക്ക് അത് പറയാൻ പറ്റി എന്നാണ് പറയുന്നത്. ഇൻ ദി ലൈറ്റ് ഓഫ് ദി അഫോർസെഡ് ഡിസ്കഷൻസ് ഇറ്റ് ക്യാൻ ബി ഈസിലി കൺക്ലൂഡഡ് ദാറ്റ് ഡിഫൻഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതികൾ കോട്ടയം രൂപത failed to establish practice of endogamy as a custom or tradition having the force of law, satisfying all ingredients to be proved for the purpose of establishing custom. നമ്മൾ പരമ്പരാഗതമായിട്ട് ആചരിച്ചു വരുന്നതാണെന്ന് ഡിഫൻഡൻസ് ഫെയിൽ ടു പ്രൂവ്. അപ്പം അതിൻ്റെ അർത്ഥം എന്നാ? അവിടെ തീർന്നു ഇല്ലേ? പിന്നെ നേരത്തെ ഞാനൊന്ന് വായിച്ചായിരുന്നു, 3 കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞായിരുന്നു. അതായത് ഒന്ന് റിലീജിയസ് ഡിനോമിനേഷനാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. 1911 ആ ഓർഡറിൽ എൻഡോഗാമി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നില്ല. പരമ്പരാഗതമായിട്ട് കത്തോലിക്കർ അല്ല ഈ ജ്ഞാനായക്കാർ ഇത് പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വന്നിരുന്നതെന്ന് പറഞ്ഞില്ല. ഇതിൻ്റെയൊക്കെ ഒരു കാരണവും കൂടെയുണ്ട്. ഇവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, പണ്ട് നമ്മുടെ പിതാവ് ഒരു സർക്കുലർ ഇറക്കിയായിരുന്നു. ഇവിടെ ഞാൻ പറയാം, ഇതിനകത്ത് നമ്മൾ 1-ാം പ്രതി ആരാന്ന് പറഞ്ഞു, 3-ാം പ്രതി ആർച്ച് ബിഷപ്പ് ഓഫ് സീറോ മലബാർ, 4-ാം പ്രതി എന്ന് പറയുന്നത് സിനഡ് ഓഫ് ബിഷപ്പ് ഓഫ് ദി സീറോ മലബാർ, സീറോ മലബാറിൻ്റെ സിനഡൽ ബിഷപ്പിൻ്റെ സിനഡൽ ഉള്ളൊരു 4-ാം പ്രതി, 5-ാം പ്രതി കോൺഗ്രിഗേഷൻ ഓഫ് ദി ഓറിയൻ്റൽ ചർച്ചസ്, ഇതൊക്കെ ഇറ്റലിയിലുള്ള റോമിലുള്ള ഇത് OC എന്ന് പറയുന്നത് ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ. പിന്നെ 6 കോൺഗ്രിഗേഷൻ ഓഫ് ദി ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത്, അതും ഇറ്റലിയിലുള്ളതാണ്. ഇവരിൽ 3, 4, 5, 6 ആ പ്രതികളുടെ വക്കീലന്മാർ കോടതിയിൽ ഹാജരായില്ല. അവർ കോടതിയിലോട്ട് വന്നേയില്ല. അതിന് നമ്മുടെ വികാരി ജനറൽ KCCയുടെ മീറ്റിങ്ങിൽ KCCക്കാരെ തോറ്റു കഴിഞ്ഞപ്പം KCCക്കാരെ വിളിച്ചു കൂട്ടി. എന്നിട്ട് അവർക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു. നമ്മൾ ഈ 3, 4, 5, 6 പ്രതികൾ മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടിയും OCക്ക് വേണ്ടിയും സിനഡിന് വേണ്ടിയും ഒക്കെ നമ്മൾ 1-ാം തരം വക്കീലന്മാരെ വെച്ചിരുന്നതാണ്. പക്ഷെ അവർ വന്നില്ല. അവർ വരാത്തതുകൊണ്ട് അവരുടെ വാദം കേട്ടില്ല. അത് എക്സ്പാർട്ടി ആയിട്ട് വിധിച്ചു, അവരുടെ വാദം ഇല്ലാതെ. അതായത് എവിടെ എഴുതിയിട്ടുണ്ട്, D1 D2
അഡ്വക്കേറ്റ് അജി ഗോയിക്കൽ എന്ന് പറഞ്ഞ അജി ജോസഫ്. D3, D4, D5, D6 എക്സ് പാർട്ടി അവർ വന്നില്ല. D7 എന്ന് പറയുന്ന KCC, സ്റ്റീഫൻ ജോർജ് പ്രസിഡൻ്റ് ആയിട്ടുള്ള KCC, അതിൻ്റെ അഡ്വക്കേറ്റ് ജോജോ തോമസ് ആൻഡ് അഡ്വക്കേറ്റ് ലൂക്ക് ജെ തറയിൽ, ഇവർ വരാത്തത് കൊണ്ട് നമുക്കൊരു പണി പറ്റി. അതാണ് 102 ചെയ്താൽ they failed to establish the fact that Catholic Church accepted practice endogamy through issuing papal bull ചെയ്തിട്ടുണ്ട്. കാത്തോലിക് ചർച്ച്, അതായത് സീറോ മലബാർ ചർച്ച്, ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ, ഇവരുടെ വക്കീലന്മാർ വരാതെ അവർ അസേർട്ട് ചെയ്തില്ല ജ്ഞാനായക്കാർക്ക് അവർക്ക് എൻഡോഗാമി അനുവദിക്കാനുള്ള പ്രാക്ടീസ്, അതിനുള്ള സാങ്ഷൻ പോപ്പ് കൊടുത്തത് അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞില്ല. ഇവരുടെ വക്കീൽ വന്ന് ജ്ഞാനായക്കാർക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഞങ്ങൾ അക്സെപ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ടെന്ന് ഈ പറയുന്ന സീറോ മലബാർ ഇവരൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളെ അത് അവർ അക്സെപ്റ്റ് ചെയ്തേനെ. ഇപ്പം നമ്മൾ മാത്രമേ പറഞ്ഞുള്ളൂ, കാത്തലിക്സിലെ മറ്റുള്ളവരാരും പറഞ്ഞില്ല. അത് നമുക്കൊരടിയായി. അവിടെയാണ് നമ്മളെ മൈക്കിൾ വെട്ടിക്കാട്ടച്ചൻ പറഞ്ഞത് നമ്മൾ ഉഗ്രൻ പാർട്ടിയെ ഇടപാട് ചെയ്തതാണ്, പക്ഷെ അവർ വന്നില്ല. പണ്ട് നമ്മളൊക്കെ വാച്ചന് പറയില്ലേ, എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നു, ഭയങ്കരം വെട്ടുക്കനാണ്, അവന് ഭൂലോക, അവന് സകല അഭ്യാസവും അറിയാം, സകല വിവരമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ അവൻ നിർഭാഗ്യവശാലും ഉണ്ടായില്ല എന്ന് പറയുന്ന പോലെയാണ്. അതുപോലെയാണ് പറ്റിയത്. വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നില്ല. നമുക്ക് പറ്റിയ ഇതാണ്. ഇതൊക്കെയാണ് നമുക്ക് പറ്റിയിരിക്കുന്ന പാളിച്ചകൾ. അപ്പം 141, 79 ഞാൻ വായിച്ചു. എന്തൊരു പരിതാപകരമാണ് നമ്മുടെ കാര്യമെന്ന് നോക്കി. നമ്മളൊക്കെ 1976 വർഷമായിട്ട് ഇവിടെ ജ്ഞാനായക്കാരൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കുടിയേറി പാർത്ത് ചേരമൻ പെരുമാൾ നമുക്ക് 72 പദവി തന്നു. ആ പദവി മറ്റവരടിച്ചുകൊണ്ട് പോയി. സീറോ മലബാർ അത് ക്രിസ്ത്യാനിയുടെയാണെന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കീഴേ കൂടെ നമ്മുടെ മെത്രാന്മാർ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നതാണ്. അവർക്കൊന്ന് പറയാൻ മേലേ, ഇത് ക്രിസ്ത്യാനിയുടെ അല്ല, ക്രിസ്ത്യാനി എടുത്തു ഞങ്ങൾ തന്നേക്കാം, പക്ഷേ ക്നായിത്തൊമ്മന് ക്നാനായക്കാർക്ക് ക്നായിത്തൊമ്മൻ വഴി കിട്ടിയതാ. അത് നിങ്ങൾക്ക് വിട്ടുതരുന്നതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല, അത് എഴുതി വെപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. ക്നായിത്തൊമ്മന് ജ്ഞാനായക്കാർക്ക് വേണ്ടി ചേരമൻ പെരുമാൻ കൊടുത്ത 72 പദവി, അത് സീറോ മലബാറിൻ്റെ അവിടെ ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനിക്ക് കിട്ടിയത്. അതിനെഴുതി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. അപ്പം ഇതിൽ ഇവരുടെ ഈ ഗതികേട്, ഇവർക്ക് പറ്റിയ ഈ മണ്ടത്തരങ്ങൾ, അതിപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞു. അത് ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, കാരണം അവസാനം എഴുതിയിരിക്കുക, ഈ പറഞ്ഞ വിധിന്യായത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുക, ഡിഫൻഡൻസ് ഫെയിൽഡ് മിസറബിളി ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് Canaanite community and second defendants have been practicing endogamy as a custom and Canaanite Catholic is a religious denomination. ഇതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. മിസറബിളി ഫെയിൽഡ്. ഇത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ഓരോ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുക. നടക്കട്ടെ. അപ്പം ഇതാണ് വിധി, ഇവരുടെ വാദം കൊണ്ട് വന്നത്. ഇനിയുണ്ട്, നമുക്കിട്ട് വേറെ ഒരു വലിയ ചെയ്ത് വന്നിട്ടുണ്ട്. KCC കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് 47 പേജിൽ അഡ്വക്കേറ്റ് K. ജോർജ് വഴി ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് റെപ്രസെൻറ്റഡ് ബൈ ഇറ്റ്സ് പ്രസിഡൻറ്റ് സ്റ്റീഫൻ ജോർജ് ഇത് കൊടുത്തിരിക്കുന്നത് 11th ജൂലൈ 2018, 2018 ജൂലൈ 11-ാം തീയതി കൊടുത്തിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം സ്റ്റീഫൻ ജോർജ് എൻ്റെയൊക്കെ സ്റ്റുഡൻ്റാണ്, കോളേജിൽ പഠിച്ചിരുന്നതാണ്, ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഇതിനകത്ത് ഈ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ്
നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പറ്റാത്തൊരു അഫിഡവിറ്റാണ് KCC കൊടുത്തിരിക്കുന്നത്. ആ അഫിഡവിറ്റ് കണ്ടപ്പോഴേ ആ അഫിഡവിറ്റിൽ ഒരു എക്സ്കമ്മ്യൂണിക്കേഷൻ പറയുന്നുണ്ട്. ഞാനത് വായിക്കാം. ഇത് നമ്മളത് ചുമ്മാ പറയുന്നതല്ല. അഫിഡവിറ്റിൻ്റെ 3-ാമത്തെ ഖണ്ഡികയിൽ 1, 2, 3-ാമത്തെ ഖണ്ഡികയുടെ അവസാനം എഴുതിയിരിക്കുന്നതാണ്. ജഡ്ജി എന്തുമാത്രം ഇമ്പോർട്ടൻസോടുകൂടി ഇത് എടുത്തു എന്നുള്ളത് അറിയണമെങ്കിൽ ഈ വിധിന്യായത്തിൽ 3-4 സ്ഥലത്ത് ഇതേ വാക്കുകൾ തന്നെ ജഡ്ജി വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആ സ്ഥലത്തിലൊക്കെ ഞാൻ വായിക്കാം. കാരണം അത്രയധികം സീരിയസ് ആയിട്ടാണ് ജഡ്ജി അത് എടുത്തിരിക്കുന്നത്. ഞാനൊന്ന് വായിക്കാം, എന്നിട്ട് അതിൻ്റെ മലയാളം പറയാം. ഇത് സ്റ്റീഫൻ ജോർജ് അന്ന് ഒരു ഇൻ്റർവ്യൂ നടത്തി കഴിച്ചപ്പോൾ ഈ ഭാഗം വായിച്ചില്ല. സ്റ്റീഫൻ ജോർജ് വേറൊരു ഭാഗം വായിച്ചു. ആ ഭാഗം കുഴപ്പമില്ലാതെ നമ്മളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഈ 2 പുസ്തകത്തിലും ഉള്ളതിൻ്റെ ഇംഗ്ലീഷ് തർജിമയാണ് പുള്ളി വായിച്ചത്. ഈ പുസ്തകം എന്ന് പറയുന്നത് നമ്മൾ 2000-ാം ആണ്ടിലെ FRQ അസംബ്ലി കഴിഞ്ഞപ്പോൾ അതിൻ്റെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് എഴുതിയ ക്നാനായ സമൂഹത്തിൻ്റെ ക്രൈസ്തവ സാക്ഷ്യം. ഇതിൻ്റെ 38-ാമത്തെ പേജിൽ നമ്മൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഉണ്ട്. അത് ഞാൻ പിന്നെ വായിക്കാം. അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് സ്റ്റീഫൻ ജോർജ് വായിച്ചു. നമുക്ക് വിരോധമില്ല. ഇത് സാക്ഷാൽ മൂലക്കാട്ട് പിതാവ് 2006 ഇത് ഇറക്കി 2009 ഞാൻ വായിക്കാതെ. ഈ നിയമസംഹിത 2009 ജനുവരി മാസം 6-ാം തീയതി നമ്മുടെ കർത്താവിൻ്റെ ദിനഹാതിരുനാളിൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. ഇതിലെ നിയമങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും വിരുദ്ധമായി ഏതെങ്കിലും പതിവുകളോ നിയമങ്ങളോ നിലവിലുണ്ടെങ്കിൽ അവ ഇതിനാൽ റദ്ദ് ചെയ്യുന്നു. ഇത് സാക്ഷാൽ മൂലക്കാട്ട് പിതാവ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിയമത്തിന് വിരുദ്ധമായിട്ടാണ് സ്റ്റീഫൻ ജോർജ് കൊടുത്തിരിക്കുന്ന ഒരു അഫിഡവിറ്റ് അത് ഞാൻ പിന്നെ വായിക്കാം. അപ്പോൾ അതിനാൽ തന്നെ അസാധുവാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ കോപ്പി കോട്ടയം രൂപതയുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടായിരിക്കണം. ആരെപ്പോൾ ചോദിച്ചാലും അവരെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പള്ളി കാണും, എല്ലാ സ്ഥലത്തിലും കാണുക. ഇത് പേരാണ് കോട്ടയം രൂപത നിയമസംഗ്രഹം. ഞാൻ അതിലേക്ക് വരാം. പിന്നെ ആദ്യം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് വായിച്ചു കേൾക്കാം. ദി ആർച്ച് ബിഷപ്പ് ഓഫ് കോട്ടയം ഈസ് ദ റിലീജിയസ് head of the Knanaya Catholic community, and he has power for enforcing discipline and keeps the denomination together as an entity. The purity of the fellowship is secured by removal of persons who had rendered themselves unfit, unsuitable for membership of the sector. The power of excommunication, ഇവിടെയാണ് കുഴപ്പം കിടക്കുന്നത്. The power of excommunication or not accepting a non-Knanaya for the purpose of ensuring the member of the Knanaya, ensuring the preservation of the community has therefore a prime significance in the religious life of every member of the Knanaya community. അപ്പം കോട്ടയം രൂപതയുടെ മെത്രാനാണ് ഇതിൻ്റെ എല്ലാ അതോറിറ്റി. ഈ രൂപതയെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനും അതിൻ്റെ പ്യൂരിറ്റി അത് അസർട്ടൈൻ ചെയ്യുന്നതിനും അത് പരിപാലിക്കുന്നതിനും വേണ്ടി ഈ രൂപതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ അവരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എന്നതാ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? മഹറോൻ ചെല്ലുക എന്നാ. മഹറോൻ ചെല്ലാൻ അവകാശമുണ്ട്. അത് രൂപതയുടെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് സ്ഥാപിച്ചിരിക്കുക. രൂപയുടെ നിലനിൽപ്പിന് വേണ്ടി ഇത് ചെയ്യാൻ അവകാശമുണ്ട്. അതുതന്നെ അവരും പറഞ്ഞിരിക്കുന്നത്. നവീന സമാധിക്കാർ പറഞ്ഞ് ഞങ്ങൾ മാറിക്കെട്ടിയുകൊണ്ട് ഞങ്ങളെ അവിടുന്ന് പുറത്തു വിട്ടു. അവർ പുറത്തു വിട്ടുകൊണ്ട് ഞങ്ങളെ തിരിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ KCC ഈ
ഭാഗം കോട്ടയം രൂപത കൊടുത്തതിലില്ല. ഇത് KCCയുടെയിലേ ഉള്ളൂ. KCC പറഞ്ഞിരിക്കുകയാണ് എക്സ്കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞിരിക്കുക. ഇവിടെ ഈ എക്സ്കമ്മ്യൂണിക്കേഷൻ കാര്യം പറഞ്ഞുകൊണ്ട് കോടതിയുടെ ഈ വിധിന്യായത്തിൽ 48-ാമത്തെ പേജിൽ, 81-ാമത്തെ പേജിൽ, 79-ാമത്തെ പേജിൽ, 143-ലെ 81-ാമത്തെ ഖണ്ഡികയിൽ എല്ലാം പറയുന്നുണ്ട്. ഇത് വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് കമ്പൽസീവ്, അത് ഞാൻ വായിക്കാം, കമ്പൽസീവ് എൻഡോഗാമിയാണ് കോട്ടയം രൂപത, അതായത് നിർബന്ധപൂർവമുള്ള ഇത്. സാർ മക്കൾ, ഇത് നമ്മൾ കോട്ടയം രൂപത ഒരിക്കലും എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരിക്കലും ഈ എക്സ്കമ്മ്യൂണിക്കേഷൻ കേട്ട് കഴിയുമ്പം ഈ ജഡ്ജിമാർക്ക് ഹാലളവും, അവർ പിന്നെ നിൽക്കുകയില്ല, പിന്നെ എന്നാ പറഞ്ഞാലും അവർ സമ്മതിക്കുകയില്ല. അങ്ങനെ അതുകൊണ്ടാണല്ലോ എത്ര എണ്ണത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, എത്ര പേജിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സുഹൃത്തുക്കളെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ എക്സ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഇവരാരും പറഞ്ഞിട്ടില്ല. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാ, ഒരാൾ മാറിക്കെട്ടണം എന്ന് പറഞ്ഞ് ഒരപേക്ഷ തന്നു കഴിയുമ്പം അതുടനെ നീ നിനക്ക് സമ്മതിച്ചിരിക്കുന്നു, അവനുടനെ കൂടെ സെൽഫ് റിലിങ്ക്വിഷ്മെൻറ്റ്, തന്നെത്താൻ അവനിതിൻ്റെ മെമ്പർഷിപ്പ് ഒഴിവാക്കിക്കൊണ്ട് സ്വയം മെമ്പർഷിപ്പ് ത്യാഗം ചെയ്തുകൊണ്ട് ഒരു എഴുത്തോടെ തന്നാണ്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മാറിക്കെട്ടുന്നവർ എന്തുകൊണ്ടാണ് മാറിക്കെട്ടുന്നത്? നമ്മളാരും നിർബന്ധിച്ചിട്ടാണോ? മാറിക്കെട്ടുന്നവന് ഒന്നുകിൽ അവൻ്റെ കൂടെ പഠിക്കുന്നവരായിരിക്കും, ഒന്നുകിൽ അവൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ ഗൾഫിലൊക്കെ ആണെങ്കിൽ ആ ഗൾഫിൽ അവൻ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും, ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ. അങ്ങനെയൊക്കെയുള്ളവർ അതെന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? പുണ്യത്തിന് വേണ്ടിയാണോ? അല്ലല്ലോ. അവർ മാറിക്കെട്ടുന്നത് അവരുടെ സൗകര്യത്തിന്, അവരുടെ സാമ്പത്തിക നേട്ടത്തിന്, അവരുടെ കൺവീനിയൻസിന്, അവർക്ക് നല്ലതെന്ന് തോന്നുന്നത്, അവരുടെ ഭാവിക്ക് നല്ലതെന്ന് തോന്നുന്നതുകൊണ്ടാണ് അവർ മാറിക്കെട്ടുന്നത്. നമ്മളതിനെ ആരും എതിര് പറയുന്നില്ല. അവർ മാറിക്കെട്ടി പോയി കഴിയുമ്പോൾ നമ്മൾ ആരെങ്കിലും അവരുടെ പുറകെ പോയി അവനെ ഉപദ്രവിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. അവനെല്ലാ ഭാവങ്ങളും പറഞ്ഞ് നമ്മൾ അവനെ വിടുക. അവൻ പോയി ജീവിച്ചോട്ടെ, അവൻ്റെ ഇഷ്ടത്തിന്, സൗകര്യത്തിന്, അവൻ്റെ സുഖത്തിന് അവൻ ജീവിച്ചോട്ടെ. അവനെ നമ്മൾ യാതൊരു കാരണവശാലും പുറകെ പോയി ഉപദ്രവിക്കുന്നില്ല. അങ്ങനെ പോകുന്നവന് നമ്മുടെ പള്ളിയിൽ കുർബാന കൊടുക്കുന്നില്ലേ, കുമ്പസാരിപ്പിക്കുന്നില്ലേ, അവൻ്റെ മക്കളെ വേണം ഇവിടെ മാമോദിസ ചെയ്യും, അത് നമ്മുടെ രജിസ്റ്ററിൽ പെടുത്തില്ല, അവർക്ക് എഴുതി കൊടുത്തു വിടും, അങ്ങനെ കൊടുത്തു വിടും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അവരെ വേണമെങ്കിൽ നമ്മുടെ പള്ളിയിൽ അടക്കും. അവർ ചേർന്നിരിക്കുന്ന പള്ളിയിൽ അച്ഛൻ്റെ എഴുത്തുണ്ടെങ്കിൽ മതി, നമ്മൾ അടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലും ഒരു കാര്യം പറ്റില്ല, അവർക്ക് കൈക്കാരന്മാരാകാൻ പറ്റിയില്ല, പാരിഷ് കൗൺസിൽ പറ്റില്ല, കാരണം നമ്മുടെ ഇടവകയിലെ മെമ്പർഷിപ്പിൽ ഇല്ലാത്തതുകൊണ്ട്. അത്രയേ ഉള്ളൂ. വേറെ ഒരു അവകാശങ്ങളും അവർക്ക് നിഷേധിക്കുന്നില്ല. പിന്നെ ഇപ്പം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ ഒത്തിരി പരിചയമുള്ളവരല്ലേ. നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധുവിനെ ഇപ്പം തൃശ്ശൂർ കല്യാണം കഴിപ്പിച്ചെന്ന് വെച്ചു. അവരുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് ചിലപ്പോൾ നമ്മളെ വിളിക്കും. നമ്മൾ തൃശ്ശൂർ ചെന്നു, ഇന്ന പള്ളിയിൽ ചെന്നു, അവിടെ ചെന്നു, നമ്മൾ ഈ ഒറ്റമരത്തെ കുരങ്ങിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുക, വേറെ ഒരുത്തരോട് വർത്തമാനം പറയാനില്ല, ഒരു കാര്യം ചോദിക്കാനില്ല. നമ്മളിങ്ങനെ ഒരിടത്ത് മൂലയ്ക്ക് പോയിരിക്കും, നമുക്ക് ആരുമില്ല സംസാരിക്കാൻ വിഷയമില്ല. ആ സമയത്ത് നമ്മുടെ ഒരു ഗ്രാനായപ്പള്ളി പോയാലോ, ഒരു ചവടക്കിന് പോയാലോ, ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഇടതടവില്ലാതെ ഓരോരുത്തരുമായിട്ട് സംസാരിക്കുകയല്ലേ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ച് വരുമ്പോൾ അവസാനം വരുമ്പം നമ്മൾ തമ്മിൽ എന്നെങ്കിലും ബന്ധവും വരും. വേറൊന്നും വേണ്ട. നമ്മൾ ഇപ്പോൾ കോട്ടയത്ത് നമ്മളെവിടെയെങ്കിലും പുറത്തൊരു രാജ്യത്ത് ചെല്ലുക, ഇങ്ങനെ നീ എവിടാ വീട്? കടുത്തുരുത്തി എന്ന് പറയുമ്പോൾ അന്നേരം ജ്ഞാനായക്കാരനാണെന്ന് പറയുമ്പോഴത്തേനും
നമ്മുടെ ദേഹത്തോടെ ഒരു 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 ഇത് കയറുന്ന പോലെയാണ്. പെട്ടെന്ന് നമുക്കൊരു സെക്യൂരിറ്റി തോന്നുക. അത് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും അത് ഇവർക്ക് കിട്ടുന്നില്ല. ഇവർ പുറത്ത് പോകുമ്പോൾ കുറേ ആൾ കഴിയുമ്പം ഇവർക്ക് ക്നാനായക്കാർ സൽക്കാരപ്രിയരാ, ആഘോഷങ്ങളിൽ പ്രിയരാ, എല്ലാവരും സന്തോഷത്തിലും സ്നേഹത്തിലും വീട്ടിൽ എന്നാ പരിപാടി ഉണ്ടെങ്കിലും എന്നെങ്കിലും ഒരു സമ്മേളന പരിപാടിയൊക്കെ കാണും. അതുകൊണ്ട് നമുക്ക് മറ്റിടത്ത് അതില്ല. അതില്ലാത്തതിൻ്റെ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും, സങ്കടമായിരിക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും തിരിച്ച് ഇതിനകത്തൊന്ന് വന്ന് കയറണം എന്നൊരു തോന്നൽ അവർക്കുണ്ടാകുക. അതിന് അതുമല്ല, ഇവന്മാർ തന്നെ അങ്ങനെ സൂഹിക്കണ്ട, ഇവരങ്ങനെ സന്തോഷിക്കണ്ട, ഇവന്മാർക്കിട്ടൊരു പാര പണതേക്കാം, അങ്ങനെ വെച്ചാവാൻ ചിലപ്പോൾ. എന്നതാണെങ്കിലും നമ്മളൊരിക്കലും അവരെ പോയി ദ്രോഹിക്കാറില്ല. അങ്ങനത്തെ ഇടപാടാണ്. അതുകൊണ്ട് ഈ എക്സ്കമ്മ്യൂണിക്കേഷൻ എന്ന് KCC കൊടുത്തതിൽ അത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി. ഇനിയെങ്കിലും അവരത് മാറ്റി അത് ഒഴിവാക്കി കൊടുത്തില്ലെങ്കിൽ നമുക്ക് അപ്പീൽ പോകുമ്പോഴും നമുക്ക് പ്രശ്നമുണ്ടാവും. യാതൊരു സംശയവും വേണ്ട. ഇതിൻ്റെ 48-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്, അതുപടി എഴുതി വച്ചിരിക്കുക. ഇവിടെ കൊടുത്തത് തന്നെ അതുപടി ജഡ്ജ്മെൻറ്റിൽ എഴുതി വച്ചിരിക്കുക. ജഡ്ജ്മെൻറ്റിൻ്റെ 48-ാമത്തെ പേജിൽ ദി ആർച്ച് ബിഷപ്പ് ഓഫ് കോട്ടയം ഈസ് ദ റിലീജിയസ് ഹെഡ് ഓഫ് ദ മറ്റേനകത്ത് വായിച്ചു തന്നെ. ആർച്ച് ബിഷപ്പ് ഓഫ് കോട്ടയം ഈസ് ദ റിലീജിയസ് ഹെഡ് ഓഫ് ദ ക്നാനായ കാത്തലിക് കമ്മ്യൂണിറ്റി ആൻഡ് ഹി ഹാസ് പവർ ഓഫ് എൻഫോഴ്സിംഗ് ഡിസിപ്ലിൻ ആൻഡ് കീപ്സ് denomination together as an entity. The purity of the fellowship secured by the removal of persons who are rendered themselves unfit and suitable for membership. The power of excommunication or non-accepting non-canonaya for the purpose of ensuring. ഇവിടെ എഴുതി വെച്ചിരിക്കുക. അത് വക്കീൽ അത് ജഡ്ജിക്ക് അങ്ങ് ഏറ്റു. ജഡ്ജി അതിട്ടങ്ങോട്ട് വട്ട് തട്ടുക. ഇനി അടുത്തത് 81-ാമത്തെ പേജിൽ 81. ദി ആർച്ച് ബിഷപ്പ് ഓഫ് കോട്ടയം സെയിം തിങ്. The Archbishop of Kottayam is the religious head of the Cananaya community and he has power of equality. അപ്പോൾ 81-ാമത്തെ പേജിലും ഇത് തന്നെ എഴുതി വെച്ചിരിക്കുക. ഇനി 79-ാമത്തെ പേജിലുണ്ട് അക്കോർഡിംഗ് ടു ദ പ്ലെൻറ്റിഫ്. ഇനിയിപ്പോൾ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ള പറഞ്ഞിരിക്കുന്നത്. അക്കോർഡിംഗ് ടു പ്ലെൻറ്റിഫ് കമ്പൽസീവ് പ്രാക്ടീസ് ഓഫ്, അവർ പറഞ്ഞിരിക്കുന്ന കമ്പൽസീവാണ്, നിർബന്ധമായിട്ടുള്ള എൻഡോഗാമി. അക്കോർഡിംഗ് ടു പ്ലെൻറ്റിഫ് കമ്പൽസീവ് പ്രാക്ടീസ് ഓഫ് എൻഡോഗാമി using Catholic Church as a tool is illegal and unconstitutional. The forfeiture of membership of Archieparchy of Kottayam owing to the reason of entering into sacrament of marriage with another Catholic from any other diocese and denial of rights and facilities through parish priests for the sacrament of marriage to members of the Archieparchy of Kottayam. അവരങ്ങ് ഉറപ്പിച്ചു. ഇതാന്ന് പറഞ്ഞിരിക്കുക. ഇതിലെ വേർഡിങ്ങാണ് അവർ 2-ാമത്തെ ഓർഡറിൽ പെടുത്തിയിരിക്കുന്നത്. ഇനി 143 81-ാമത്തെ ഖണ്ഡികയിൽ plaintiffs establish the fact that second defendant is practicing compulsive endogamy, violating Bible, canon laws, particular laws, article of faith, Indian Constitution and international covenants. They also probabilize various civil consequences to be faced by members of second defendant after expulsion. The very act of expulsion, no doubt, create fear in the minds of the existing members of second defendant and will be repelled from exercising their precious civil right. അപ്പോൾ ഇവരെ ഇങ്ങനെ കളയുന്നതുകൊണ്ട് അവിടെ ജീവിക്കുന്ന, അവിടെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നവരിൽ ഉള്ളിൽ ഉൾഭീതി ഉണ്ടാവും. അവർ ഇങ്ങനെ വല്ലതും ചെയ്താൽ അവർ പുറത്തു പോകുമല്ലോ എന്ന ഉൾഭീതിയിൽ അവർ ഭയന്ന് വിറച്ച് അവരുടെ ലീഗൽ റൈറ്റ് അത് ഉപയോഗിക്കാൻ അവർ മടിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഒരൊറ്റ എക്സ്പാർട്ടി കൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ജഡ്ജി പ്രകോപനപരമായിട്ട് ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം ഈ എക്സ്കമ്മ്യൂണിക്കേഷനാണ്. ചെയ്യാനുള്ളത് വലിയ കഷ്ടമാണ്. നമ്മൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അപ്പീൽ കൊടുക്കുമ്പം ഈ വക്കീലന്മാർ തന്നെയാണെങ്കിൽ വലിയ കുഴപ്പം വരികയില്ല. അതെങ്ങനെയാണെന്നുള്ളത് പിന്നെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിലൂടെ ഞാൻ കിടക്കുന്നില്ല.
ഇനി അടുത്തത് വേറൊന്നുണ്ട്. ശ്രീമൻ സ്റ്റീഫൻ ജോർജ് ഇതിൻ്റെ അടുത്തത് 22ാമത്തെ ഖണ്ഡികയിൽ കൊടുത്തിരിക്കുന്ന അതിനേക്കാളും ഭയങ്കര. അത് ട്രൈ പാർട്ടി എഗ്രിമെൻറ്റിൻ്റെ ഒരു വകഭേദമാണ്. അത് ഞാൻ വായിക്കാം. 22ാമത്തെ ഇതിൽ കൊടുത്തിരിക്കുന്നത് 22ാമത്തെ ആ പേജിൻ്റെ 22ാമത്തെ ഖണ്ഡിക. ഈ ഖണ്ഡികയുടെ ആദ്യം വായിച്ചത് സ്റ്റീഫൻ ജോർജ് വായിച്ചു. അത് ഞാൻ പറഞ്ഞു, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് ഈ പുസ്തകത്തിലുള്ളത് തന്നെയാണ്. അത് നമുക്ക് വിരോധമില്ല, ഈ പുസ്തകത്തിലുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് എന്നാൽ സ്റ്റീഫൻ ജോർജ് അന്ന് വായിച്ചപ്പം ഞാൻ ഈ വായിക്കാൻ പോകുന്ന ഭാഗം വായിച്ചില്ല. അത് നമ്മളെ മുഴുവൻ നിരപ്പാക്കുന്ന ഒരു ഇടപാടാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ കോട്ടയം രൂപതയുടെ അഫിഡവിറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് കോട്ടയം രൂപതയുടെ അഫിഡവിറ്റിൽ അതും കൊടുത്തിട്ടുണ്ട്, ഇവരും KCCയും കൊടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. മെമ്പർഷിപ്പ് ഇൻ ദി ക്നാനായ കമ്മ്യൂണിറ്റി ഓർ ആർച്ച്ഡയസ് ഓഫ് കോട്ടയം ഈസ് എ ബർത്ത് റൈറ്റ് ദാറ്റ് ഫോളോസ് ഫ്രം ബീയിങ് ബോൺ ടു ക്നാനായ പേരൻസ് എക്സ്ക്ലൂസീവ്ലി. 22ാമത്തെ പാരഗ്രാഫിന് മെമ്പർഷിപ്പ് ഇൻ ദ ക്നാനായ കമ്മ്യൂണിറ്റി ഓർ ആർച്ച്ഡയസ് കോട്ടയം ഈസ് എ ബർത്ത് റൈറ്റ് that follows from being born to ക്നാനായ പേരൻസ്. അതായത് ക്നാനായ മാതാപിതാക്കളിൽ നിന്ന് ഒരുത്തൻ ജനിച്ചാൽ മരണം വരെ അവന് കോട്ടയം രൂപതയിലും അവൻ്റെ ഇടവക പള്ളിയിലും മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. പറ്റുമോ? നടക്കുമോ? എന്താ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് തന്നെയാണ് ട്രൈ പാർട്ടി എഗ്രിമെൻറ്റിൽ നമ്മുടെ മൂലക്കാട്ട് പിതാവും മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരിയും അങ്ങാടിയാത്ത് പിതാവും 3 പേരും കൂടെ ഒപ്പിട്ട് കൈമാറിയ അതിനകത്ത് പറയുന്നതും ഇത് തന്നെയാണ്. അപ്പം ഇവിടെ ക്നാനായക്കാരൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് പ്രിൻസിപ്പിൾ ഓഫ് ക്നാനായറ്റ്സ് ഈസ് എൻഡോഗാമി. ക്നാനായക്കാരൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്നതാ? എൻഡോഗാമിയാണ്, സ്വവംശ വിവാഹനിഷ്ഠ. അതിനെതിരായത്. അതുപോലെ തന്നെ ഇതാണ് ആ എഗ്രിമെൻറ്റ്, ട്രൈ പാർട്ടി എഗ്രിമെൻറ്റ്. ആ ട്രൈ പാർട്ടി എഗ്രിമെൻറ്റ് ഞാനൊന്ന് വായിക്കാം. If a Knanaya Catholic belong to a Knanaya parish, enters into marriage with a non-Knanaya partner, that non-Knanaya partner and the children from the marriage will not become member of the Knanaya parish. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവരുടെ പങ്കാളിയും മക്കളും ആയിരിക്കില്ല. ബട്ട് വിൽ റിമെയിൻ മെമ്പർ ഓഫ് ദ ലോക്കൽ ഓർ നോൺ Knanaya കമ്മ്യൂണിറ്റി. കല്യാണം കഴിക്കുന്നവന് ഇത് കഴിച്ചിട്ട് അവൻ്റെ പങ്കാളിയുടെ കാര്യവും കൊച്ചിൻ്റെ മക്കളുടെ കാര്യവും പറഞ്ഞിരിക്കുന്നത്. കഴിക്കുന്നവൻ ആ ഇടവക തന്നെയാണ്. അതാണ് ഇത് ട്രൈ പാർട്ടി എഗ്രിമെൻറ്റ്. ഇത് പിതാവും ഞങ്ങളും ഒക്കെ ഈ ഇരിക്കുന്ന മോൻസി പ്രാല് ഇവരൊക്കെ കൂടി ഞങ്ങൾ പിതാവിൻ്റെ അടുത്തൊരു ചർച്ചയ്ക്ക് പോയപ്പോൾ ഞാൻ പിതാവ് ഇത് എന്നതായത് ഈ എൻഡോഗാമി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിളായിട്ട് ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവന് മാത്രമേ ഇവിടെ നിൽക്കൂ. അത് സാറേ അത് നമ്മൾ ചിക്കാഗോ രൂപതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ചിക്കാഗോ രൂപതയ്ക്ക് മാത്രമല്ല. ഞാൻ പറഞ്ഞ ഇങ്ങനെ പിതാവേ, ഈ ചിക്കാഗോ രൂപത അമേരിക്കയിൽ അവിടെയുള്ള ക്നാനായക്കാർ പ്രത്യേക ഒരു വർഗത്തിൽപ്പെട്ടതാണോ? ഒരു പ്രത്യേക വർഗ വിഭാഗത്തിൽപ്പെട്ടതാണോ ചിക്കാഗോയിലെ ക്നാനായക്കാർ? ചിക്കാഗോയിലെ ക്നാനായക്കാരും ഉഴവൂരെ ക്നാനായക്കാരനും പിറവത്തെ ക്നാനായക്കാരനും കൈപ്പഴത്തെ ക്നാനായക്കാരനും ഓസ്ട്രേലിയയിലെ ക്നാനായക്കാരനും ഇംഗ്ലണ്ടിലെ ക്നാനായക്കാരനും ഒറ്റ പ്രിൻസിപ്പിളേ ഉള്ളൂ. ദെയർ കോൺസ്റ്റിറ്റ്യൂട്ടീവ് പ്രിൻസിപ്പിൾ ഈസ് എൻഡോഗാമി. പിന്നെ അവന് മാത്രം എന്നാ ആ ചിക്കാഗോക്കാരൻ ഇത് ആണെന്നും പറഞ്ഞ് അവിടെ നിന്ന് വെച്ച് അവൻ വീണ്ടും ഉഴവൂരോട്ട് വരികയാണല്ലോ, അന്നേരം അവനത് പറ്റുമോ? അന്നേരം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇതൊക്കെ ചുമ്മാ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ പരിപാടി ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം ഇവിടെ ഇനിയാണ് ഞാനിത് വായിക്കാൻ പോകുന്നത്. പണ്ട് ഈ പറയുന്ന സ്റ്റീഫൻ ജോർജ് വായിച്ചത് ഇത് കോൺസ്റ്റിറ്റ്യൂട്ടീവ്, ഇത് നമ്മുടെ നിയമസംഗ്രഹം.
ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ പേജിൻ്റെ അവസാനം. സംശയം എല്ലാവർക്കും കൂടെ ഈ പുസ്തകം നോക്കാം. എനിക്കറിയാം ഞാൻ എന്തെങ്കിലും വിഡ്ഢിത്തരം പറയുന്നുണ്ടോ. അങ്ങനെ വിഡ്ഢിത്തരം പറയുന്നുണ്ടെങ്കിൽ അത് അടുത്ത ദിവസം എനിക്കറിയാം വാട്സാപ്പിലൊക്കെ വരും. ഒരു കുഴപ്പമില്ല. എന്ത് സംശയമുള്ളവരിക്കും പോരെ, ഞാനിത് തൊട്ട് കാണിക്കാം സംഗതി. ഇതിനകത്ത് നമ്മുടെ മൂലക്കാട്ട് പിതാവ് യാതൊരു കാരണവശാലും ഇതിന് മാറ്റം വരുത്താൻ പറ്റില്ല. ഈ തീരുമാനം അന്തിമമാണെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ജ്ഞാനായ പുരുഷൻ ജ്ഞാനായ സ്ത്രീയെ വിവാഹം ചെയ്യണമെന്നതാണ് സ്വീകാര്യമായ പാരമ്പര്യം. ഈ പാരമ്പര്യം ലംഘിച്ച് ജ്ഞാനായ പുരുഷനോ സ്ത്രീയോ ഇതര സമുദായത്തിൽ നിന്നും ജീവിത പങ്കാളിയെ സ്വീകരിച്ചാൽ അപ്രകാരമുണ്ടാകുന്ന കുടുംബം, ആ കുടുംബത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്രകാരമുണ്ടാകുന്ന കുടുംബം എന്ന് പറഞ്ഞാൽ എന്നതാ? കുടുംബത്തിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്. ആ കുടുംബം ജ്ഞാനായ സമുദായത്തിൽ ആയിരിക്കില്ല. ഇവിടെ പറയുന്നു അവൻ ജനിച്ചു പോയാൽ അവൻ്റെ മെമ്പർഷിപ്പ് പോകാൻ പറ്റിയില്ല. അവൻ മാറിക്കെട്ടിയാലും കുഴപ്പമില്ല. ആരെ കെട്ടി? വേറൊരാൾ നായരനെ കെട്ടി അവരെവിടെയെങ്കിലും കൊണ്ടുപോയി ചേർത്തച്ച് അവരെ കൊണ്ടുവന്ന് കെട്ടിയാലും കുഴപ്പമില്ല, അവൻ ആ സമുദായത്തിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു അങ്ങനെ മാറിക്കെട്ടിയാൽ അവൻ ആ കുടുംബത്തിലായിരിക്കില്ല. ഇതിലേതാ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇവിടെ ഇപ്പം ഇതിനൊരു മാറ്റം വരുത്തിയിരിക്കുക. ഇത് മനഃപൂർവ്വം ഖാനാക്കാരെ, നവീകരണ സമിതിക്കാരെ കോടതിയിൽ രക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവർക്ക് കൊടുത്തിരിക്കുന്ന പിടിവള്ളിയായത്. സംശയമുണ്ടോ ആർക്കെങ്കിലും? ആ പിടിവള്ളി തന്നെയാണ് ട്രൈപാർട്ടി എഗ്രിമെൻറ്റ്. ട്രൈപാർട്ടി എഗ്രിമെൻറ്റിൽ അവൻ മാറിക്കെട്ടിയാലും അവൻ അവിടുത്തെ മെമ്പറാവും. ആ കുടുംബത്തിലെ ആ രൂപതയിലെ മെമ്പറായിരിക്കും, അതുപോലെ തന്നെ ഇടവകയിലെ മെമ്പറായിരിക്കും. പക്ഷേ അവൻ്റെ മക്കളും ഭാര്യയും പുറത്തായിരിക്കും. അതെന്തിനാ? ഏതെങ്കിലും ഒരു കോടതി, ഏതെങ്കിലും ഒരു നീതിന്യായ കോടതി സമ്മതിക്കുമോ കെട്ടിയവൻ ഒരിടവകയിലും ഭാര്യയും മക്കളും വേറൊരിടവകയിലും? ഈ ലോകത്ത് ആരെങ്കിലും സമ്മതിക്കുമോ? അത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അവൻ്റെ കൂടെ പോകണമെന്ന് പറയും. അപ്പം ഇവിടെ ഈ ട്രൈപാർട്ടി എഗ്രിമെൻ്റ് വഴി അവനൊരു കച്ചിത്തുരുമ്പിട്ട് കൊടുത്തിരിക്കുക. ആ കച്ചിത്തുരുമ്പ് ഇട്ട് കഴിയുമ്പോൾ അവൻ ഏത് ചൊക്ര കോടതി പോയാലും അവൻ അനുവദിച്ചു കിട്ടും. അവൻ്റെ കൂടെ അവൻ്റെ ഭാര്യയും മക്കളെ ചേർക്കാൻ പറയും. അതറിയാൻ മേലഞ്ഞിട്ടല്ല, അതറിയാം. അത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അവർക്കൊരു പിടിവള്ളി കൊടുത്തിരിക്കുക. ഈ കളിയാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം ചാമ്പായിൽ ടോമി മൽക്കരപുറമായി പിതാവ് സംസാരിച്ചത് ചിലരൊക്കെ കേട്ട് കാണും. അവിടെ പിതാവ് അവസാനം ഒരു വർത്തമാനം പറയുന്നുണ്ട്. നൈയാമികം, ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുന്നതാണ്. നൈയാമികമായി കോടതി ഒരു തീരുമാനമെടുത്താൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യേ പറ്റൂ. അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ എഴുതി കൊടുത്താൽ ഏത് കോടതിയാ നൈയാമികമാക്കി കോടതി വിധിയാക്കി പുറത്തു വിടാതിരിക്കുന്നത്? ഏത് കോടതി ചെയ്യാതിരിക്കും? കോടതിന് ഇവിടെ വാദികൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ട് ഞങ്ങളെ പുറത്തു വിട്ടു, അതുകൊണ്ട് ഞങ്ങളെ തിരിച്ചെടുക്കണം. നമ്മുടെ മെത്രാനും KCCയും പറയുന്നു ജ്ഞാനായത്തിൽ ജനിച്ചതാണോ, നിങ്ങൾ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ ഇവിടുത്തെ മെമ്പർമാരായിരിക്കും. ഇപ്പം ഇവിടെ എന്നാ പ്രശ്നം? അവർ പറയുന്നു ഞങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ട് പുറത്തു വിട്ടു. നമ്മുടെ മെത്രാൻ പറയുന്നു കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അവിടെ തന്നെ നിൽക്കാം. പിന്നെ കോടതിക്ക് പിന്നെ എന്നാ പറഞ്ഞാൽ? കോടതിക്ക് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മളൊക്കെ പറയല്ലേ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്നു തന്നെയാന്ന് പറയില്ലേ ഇവിടെ? അതാ. അപ്പം ഈ സത്യം ഇങ്ങനെ കൃത്യമായി എഴുതി വെക്കുമ്പോൾ ഇത് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കാനാട്ട് ബേബി നിങ്ങളോട് ഇതിന് മാറ്റി പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് അസത്യമാണ് പറയുന്നത് അല്ലേ? ഞാൻ നിങ്ങളോട് കളവാണ് പറയുന്നത്. ഞാൻ കളവ് പറയാതെ ഞാനിത് സത്യമായിട്ട് ഇത് അപഗ്രഥിച്ച് പറയുമ്പോൾ ഞാൻ കുറ്റക്കാരനാകുക.
അപ്പോൾ പിന്നെ കാനാട്ട് ബേബിയും കൂടെയുള്ളവരുമൊക്കെ അവർ സമുദായ വിരോധികളാണ്. അവർ സമുദായ വിരോധികളും സഭാവിരോധികളുമാണ്. നമ്മുടെ പിതാവ് പറയുന്നു, ഞാൻ സമുദായത്തിൻ്റെ ആളല്ല, സഭയുടെ ആളാന്ന് പറയുന്നു. എങ്ങനെയാണ് സമുദായത്തിൻ്റെ ആളല്ലാതായത്? മാർ മാത്യു മൂലക്കാട്ട് ഉഴവൂര് ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ഉഴവൂർ കോളേജിൽ പഠിച്ചതാ, സ്കൂളിൽ പഠിച്ചതാ. ക്നാനായത്തിൻ്റെ എല്ലാ അവകാശങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഉപയോഗിച്ച വ്യക്തിയാണ്. ക്നാനായക്കാരനായതുകൊണ്ട് മാത്രം കോട്ടയം രൂപതയുടെ മെത്രാനാക്കിയതാ അല്ലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇങ്ങനെ ക്നാനായക്കാരനല്ലായിരുന്നെങ്കിൽ കോട്ടയം രൂപതയുടെ മെത്രാനാക്കുമായിരുന്നോ? ആക്കുവോ? ആരാനൊന്നും മിണ്ടാത്തന്നെ ആക്കിയില്ല. ക്നാനായക്കാരനായതുകൊണ്ട് മാത്രമാണ് കോട്ടയം രൂപതയുടെ മെത്രാൻ. അപ്പം ആ സമുദായത്തിൽ ജനിച്ചതുകൊണ്ടാണ്. അപ്പം സമുദായത്തിൽ ജനിച്ചു, മെത്രാനായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ, നമ്മുടെയൊക്കെ കോടിക്കണക്കിന് രൂപ ഓരോ ആണ്ടിലും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ആരും നിർബന്ധിക്കാതെ. നമ്മൾ സത്യക്രിസ്ത്യാനികളാണ്, പള്ളി നേർച്ചയിടും, നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട്, അതങ്ങോട്ട് ഒഴുകിയെത്തുന്നുണ്ട്. ഇനിയിപ്പം സമുദായം ഇല്ലെങ്കിലും പ്രശ്നമില്ല. നമ്മൾ പറഞ്ഞു കേട്ടില്ലേ, പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നു കഴിയുമ്പം കൂരായണ കൂരായ. ഇപ്പോൾ സമുദായം വേണ്ട, ഞാൻ സഭയുടെ ആളാണ്. നൈയാവികമായിട്ട് കോടതി ഒരു തീരുമാനിച്ചാൽ എനിക്കതനുസരിക്കണം. ഞാനൊരു ബിഷപ്പാണ്, എനിക്കതനുസരിക്കണം. ഇതാ നടക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ചിന്താഗതി വെച്ച് പോയാൽ ഈ അപ്പീൽ കൊടുത്താലും നമ്മൾ രക്ഷപ്പെടുവോ? ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ രക്ഷപ്പെടുവോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഈ ട്രൈ പാർട്ടി എഗ്രിമെൻറ്റും KCC കൊടുത്തിരിക്കുന്നതും ഒന്ന് തന്നെയാണ്. ഇത് അംഗീകരിക്കണോ? ഇനി ഞാൻ ഇത് മാത്രമല്ലേ വായിച്ചുള്ളൂ. 2000 ആണ്ടിലെ എപാർക്കിയൽ അസംബ്ലിയിൽ ക്നാനായ പുരുഷൻ ക്നാനായ സ്ത്രീയെ വിവാഹം ചെയ്യണമെന്നതാണ് സ്വീകാര്യമായ പാരമ്പര്യം. ഈ പാരമ്പര്യം ലംഘിച്ച് ക്നാനായ പുരുഷനോ സ്ത്രീയോ ഇതര സമുദായത്തിൽ നിന്ന് ജീവിത പങ്കാളിയെ സ്വീകരിച്ചാൽ അപ്രകാരമുണ്ടാകുന്ന കുടുംബം, ഇവിടെയും കുടുംബമാണ് പറഞ്ഞിരിക്കുന്നത്, കുടുംബം ക്നാനായ സമുദായത്തിലായിരിക്കില്ല. പിന്നെ ഇതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഇതിൽ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇങ്ങനെ ക്നാനായ ആ പങ്കാളി, ഇപ്പോൾ ക്നാനായക്കാരൻ ക്നാനായ അല്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ക്നാനായക്കാരൻ അല്ലാത്ത ആൾ മരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ആൾക്ക് വേറെ പ്രാരാബ്ദങ്ങളൊന്നുമില്ല. മക്കൾ ഒക്കെ പറ്റിയില്ല, എതിരാണെങ്കിൽ പറ്റില്ല. മക്കളൊക്കെ അനുകൂലമാണെങ്കിൽ പ്രാരാബ്ദമില്ലെങ്കിൽ കോട്ടയം രൂപതയെ മെത്രാനൊരു എഴുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരാം. അതാ ക്നാനായത്വം ഉള്ളതുകൊണ്ട് അവർക്ക് തിരിച്ചു വരാം. ഇത് ഈ കണക്കിനായിരുന്നെങ്കിൽ അവർ ജനിച്ചതുകൊണ്ട് മെമ്പർഷിപ്പ് ആകാൻ തുടരുമായിരുന്നെങ്കിൽ അവർ അന്നേരം തന്നെ വരാമല്ലോ. ഇപ്പോൾ പറയുന്ന പോലെ ആണെങ്കിൽ അല്ലേ തന്നെ അവർക്ക് നേരത്തെ വരാമല്ലോ. അവർക്ക് പിന്നെ അപേക്ഷ കൊടുക്കണോ? അപ്പം ഇതുകൊണ്ട് മാരേജ് കൊണ്ട് അവരുടെ അംഗത്വം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടു പോയ അംഗത്വം അവരുടെ പങ്കാളി മരിച്ചു പോയപ്പോൾ തിരിച്ചു കൊടുക്കാൻ അവർ പ്രോപ്പറായിട്ട് അപേക്ഷ കൊടുത്താൽ തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എന്തിനാ അപേക്ഷ മേടിക്കുന്നത്? എന്തിനാ? അപ്പോൾ ഇല്ലായിരുന്നു. ഇതൊക്കെ ഇതിനകത്ത് തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ്. വേണ്ടേ, ഞാൻ വായിക്കരുത്. ആ വിവാഹം നിലനിൽക്കുന്നിടത്തോളം കാലം ക്നാനായേതര ഇടവകയിൽ അംഗമായി തുടരും. മരണം വഴിയോ മറ്റു വിധത്തിലോ ഈ വിവാഹബന്ധം കാനോനികമായി ഇല്ലാതായാൽ ക്നാനായ വ്യക്തിക്ക് മറ്റു പ്രതിബന്ധങ്ങൾ ഇല്ലെങ്കിൽ അതിരൂപത അധ്യക്ഷൻ്റെ അനുവാദത്തോടുകൂടി ക്നാനായ സമൂഹത്തിൽ വീണ്ടും അംഗമാകാം. അതെന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണ്. അപ്പം ജനിച്ചുകൊണ്ട് മാത്രം ക്നാനായ മെമ്പർഷിപ്പ് ഉണ്ട് എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല.